ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഒരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ആ പുസ്തകം. ആധുനിക ഭാരതം, ബൈബിളിൻ്റെ സൃഷ്ടി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇതെഴുതിയിരിക്കുന്നത് ഡോക്ടർ ബാബു കെ വർഗീസ് ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. 27 രാജ്യങ്ങൾ സന്ദർശിച്ച് ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഭാരതത്തിലെ മാതൃഭാഷകൾ, സാഹിത്യം, ഭാഷാശാസ്ത്രം, വിദ്യാഭ്യാസം, അച്ചടി, പത്രപ്രവർത്തനം, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മുന്നേറ്റം ആദിയായവയിൽ ബൈബിൾ പരിഭാഷകരുടെയും ക്രൈസ്തവരുടെയും സേവനങ്ങൾ ളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പുസ്തകമാണിത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആധുനിക ഭാരതം, ബൈബിളിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഭാരതം, ഈ ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടി ക്രൈസ്തവ മിഷണറിമാരാണ് പ്രവർത്തിച്ചത്. ഇവിടെയുള്ള സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, അതുപോലെ ഭാഷകൾ വികസിപ്പിച്ചെടുക്കുന്നതിനും ഡിക്ഷണറികൾ തയ്യാറാക്കുന്നതിനും പത്രങ്ങൾ ആരംഭിക്കുന്നതിനും സതി പോലെയുള്ള അനാചാരങ്ങൾ നിർത്തലാക്കുന്നതിനും ക്രൈസ്തവ മിഷണറിമാർ ചെയ്തിട്ടുള്ള സേവനം വളരെ അധികം ഓർമ്മിക്കേണ്ടതായിട്ടുള്ളതാണ്. ക്രൈസ്തവ മിഷണറിമാർ ഈ ഭാരതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഇന്നും ഭാരതം ഒരു നാട്ടുരാജ്യമായി തന്നെ നിലനിൽക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വികസനങ്ങൾ എത്തിയിട്ടില്ല. മലകളിലും ഗുഹകളിലും ഒക്കെ താമസിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ, അന്ധകാരത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഒരു കൂടായി ഭാരതം മാറിയേനെ എന്നാണ് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യൻ മിഷണർമാരുടെ പ്രവർത്തനം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ നിലനിർത്തുന്നതിനും ഉയർത്തുന്നതിനും വലിയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ ബഹുമാനപ്പെട്ട ഡോക്ടർ ബാബു കെ വർഗീസ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇത് 12 അധ്യായങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് നമ്മൾ ഭാരതീയർ എന്നുള്ളതാണ്. രണ്ടാമത്തെ അധ്യായം ബൈബിൾ പ്രവർത്തകർ എത്തുന്നു. അധ്യായം 3 ബൈബിൾ മനുഷ്യ വർഗത്തിൻ്റെ ചരിത്രം. 4 മാതൃഭാഷ ജനത്തിൻ്റെ ശക്തി. 5 മലയാളം വികാസവും പരിണാമവും. 6 ഇന്ത്യൻ ഭാഷകളുടെ ആധുനിക വൽക്കരണം. 7 സാഹിത്യം ജനാധിപത്യ ശക്തി. 8 അച്ചടി അക്ഷരങ്ങൾക്ക് ജീവൻ. 9 വിദ്യാഭ്യാസം ചിന്തകൾക്ക് സ്വാതന്ത്ര്യം. 10 പത്രപ്രവർത്തനം ജനങ്ങളെ ചലിപ്പിക്കുന്നു. 11 സംസ്കാരം ദേശീയ ഉണർവ്. 12 ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നു. ഇനി അതിൻ്റെ അനുബന്ധമായിട്ട് ക്രിസ്തുവിൻ്റെ ആഗോള ഭരണം, ലോക പ്രത്യാശ എന്നും ഞാൻ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഒരു അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. ഡോക്ടർ ബാബു കെ വർഗീസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ലഘു വിവരണം, 1950 അദ്ദേഹം ജനിച്ചു. ഭവനം കരിങ്കുറ്റിക്കൽ, മൈലപ്ര, പത്തനംതിട്ട, കേരളം. വിദ്യാഭ്യാസം MA ഇംഗ്ലീഷ് സാഹിത്യത്തിൽ, PhD ബിരുദാനന്തര ബിരുദങ്ങളുണ്ട്. ചരിത്രകാരൻ, പത്രപ്രവർത്തകൻ, ഗവേഷകൻ, പ്രഭാഷകൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നു. 8 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 27 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡോക്ടർ ബാബു കെ വർഗീസിനെ കുറിച്ചുള്ള ഒരു വിവരണം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഡോക്ടർ ബാബു കെ വർഗീസ് എഴുതിയ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള 12 ക്ലാസ്സുകൾ ഈ പുസ്തകത്തെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ഭാരതത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനും ക്രിസ്ത്യൻ മിഷണറിമാർ നമ്മുടെ ഭാരതത്തിൽ ചെയ്തിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും നമുക്ക് വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതിൻ്റെ മലയാളം കോപ്പി
വാങ്ങിച്ച് വായിക്കണം. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, മറ്റ് ഇതര ഭാഷകളിലൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെ വായിക്കാൻ സാധിക്കാത്തവർ ഒരു ഓഡിയോ പോലെയോ അല്ലെങ്കിൽ ഒരു വീഡിയോ പോലെയോ ഈ പുസ്തകം നിങ്ങൾ കേൾക്കണം എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ കഴിയുന്നിടത്തോളം മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി ഷെയർ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അധ്യായം 1 കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഭാരതീയർ. അതായത് ഭാരതത്തിൽ താമസിക്കുന്ന ആളുകൾ ആരാണ്, എവിടെ നിന്നാണ് അവർ വന്നത്, അവരുടെ ഉത്ഭവം എന്താണ് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യക്കാരായ നാം എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണ്. ആരാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്, എങ്ങനെയാണ് നമ്മളിവിടെ എത്തപ്പെട്ടത്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു കുടിയേറ്റ രാജ്യമാണ്. ഇവിടെ ആർക്കും പ്രത്യേകമായി ഇത് ഞങ്ങളുടെ സ്വന്തം രാജ്യമാണ് എന്ന് അവകാശപ്പെടാനില്ല. അതാണ് ഇതിൻ്റെ അകത്ത് വിവരിക്കുന്നത്. നമ്മുടെ ആരംഭം എന്താണ്, നമ്മുടെ പിതാക്കന്മാർ ആരായിരുന്നു? വ്യത്യസ്ത വാദഗതികൾ അവതരിപ്പിക്കുന്ന ഇന്ത്യൻ ചരിത്ര പുസ്തകങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിരുന്നാലും എല്ലാ ഇന്ത്യക്കാരും സിന്ധു നദി തടത്തിനപ്പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണെന്നുള്ള കാര്യം എല്ലാ ചരിത്രകാരന്മാരും ഐക്യകണ്ഠേന സമ്മതിക്കുന്നുണ്ട്. അതായത് സിന്ധു നദി തട സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരത്തിനുമായി ബന്ധപ്പെട്ട് അതിനപ്പുറത്തുനിന്ന് സിന്ധു നദിയുടെ അപ്പുറത്തുനിന്ന് വന്ന ആളുകളാണ് നമ്മുടെ ഭാരതീയർ എന്നുള്ളത് നാം വ്യക്തമായി അറിയണം. എല്ലാ ചരിത്രകാരന്മാരും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. അവർ എത്തിയ കാലത്തെക്കുറിച്ചോ കുടിയേറിയ സമയത്തെക്കുറിച്ചോ വ്യക്തമായ ഒരു തെളിവുകൾ നമുക്ക് ലഭ്യമല്ല. നമ്മുടെ ആരംഭത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ ആരംഭത്തിലേക്ക് തന്നെ ആദ്യം നമുക്ക് ഒന്നെത്തി നോക്കാം. എവിടെ നിന്നാണ് മനുഷ്യൻ ഉത്ഭവിച്ചത്? എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, എല്ലാ മതങ്ങളും ചോദിക്കുന്നൊരു ചോദ്യം. മനുഷ്യൻ എവിടെ നിന്ന് ഉത്ഭവിച്ചു? മനുഷ്യൻ്റെ ആരംഭം എന്താണ്? എങ്ങനെയാണ് മനുഷ്യൻ ഭൂമിയിൽ പെറ്റുപെരുകിയത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. മനുഷ്യന് ഒരാരംഭമുണ്ടെന്ന് എല്ലാ ചരിത്രകാരന്മാരും സമ്മതിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഒരാരംഭമുണ്ട്, ഈ ഭൂമിക്ക് ഒരാരംഭമുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ബൈബിൾ എന്ന് വിളിക്കപ്പെടുന്ന ലോക ചരിത്ര പുസ്തകത്തിൽ നമ്മൾ ഇന്ത്യക്കാരടക്കമുള്ള സകല മനുഷ്യരും ദൈവ സൃഷ്ടിയാണ് എന്നും ആദ്യ മനുഷ്യരായ ആദാമിൽ നിന്നും ഹവ്വയിൽ നിന്നും ഉണ്ടായവരാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ബൈബിൾ ക്രിസ്തീയ വിശ്വാസികളുടെ ഒരു മതഗ്രന്ഥം മാത്രമല്ല, മറിച്ച് മാനവജാതിയെക്കുറിച്ച്, മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, മനുഷ്യൻ്റെ ആരംഭത്തെക്കുറിച്ച്, സകല ചരാചരങ്ങളുടെ ആരംഭത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരേ ഒരു പുസ്തകമേ ഈ ലോകത്തിലുള്ളൂ. അത് ബൈബിൾ മാത്രമാണ്. ബൈബിൾ ഒരു ചരിത്ര പുസ്തകമാണ്, ചരിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ്. ബൈബിളിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കിയാൽ നമ്മൾ ചോദിക്കുന്ന സകല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിയും. എന്നാൽ മറ്റ് ഇതര ഗ്രന്ഥങ്ങൾക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സൃഷ്ടാവായ ദൈവത്തെ ധിക്കരിച്ച് ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. പിന്നീട് ആദാമിനും ഹവ്വയ്ക്കും സന്തതികൾ ജനിക്കുകയും തലമുറകൾ അവരിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്തു. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഭൂമിയിൽ മനുഷ്യൻ പെരുകി വർദ്ധിച്ചെങ്കിലും അവരുടെ ധാർമ്മികമായ അധപ്പതനത്തെക്കുറിച്ചും മത്സരത്തെക്കുറിച്ചും കലഹത്തെക്കുറിച്ചും ദൈവം അറിയുകയും മനസ്സിലാക്കുകയും ഭൂമി മുഴുവൻ വലിയൊരു ജലപ്രളയത്താൽ നശിപ്പിക്കുകയും അതിൽ 8 പേർ, നോഹയുടെ കുടുംബത്തിലുള്ള 8 പേർ ഒഴികെ ബാക്കിയുള്ള സകല മാനവജാതിയെയും ഈ ഭൂമിയിൽ നിന്ന് ദൈവം ഉന്മൂലനാശം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഈ മനുഷ്യൻ്റെ ആരംഭം മുതൽ, ആദാം മുതൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരേ ഒരു ഭാഷയാണ് ഉണ്ടായിരുന്നത്. അത് ഏതു ഭാഷയാണ് എന്നുള്ളൊരു വ്യക്തമല്ലെങ്കിലും എബ്രായ ഭാഷയാണ് എന്ന് നമുക്കതിനെ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏക ഭാഷ, അത് ഏതു ഭാഷയാണ് എന്ന് വിവരിക്കുന്നില്ല, എങ്കിലും ഒരർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ എബ്രായ ഭാഷ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
40 പകലും 40 രാവും മഴ പെയ്ച്ചുണ്ടായ മഹാപ്രളയത്തിൽ നിന്നും ദൈവത്തിൻ്റെ മുൻ നിയമമനുസരിച്ച് അല്ലെങ്കിൽ മുൻ അറിയിപ്പനുസരിച്ച് പണിതിരുന്ന പെട്ടകത്തിൽ കയറി നോഹയും കുടുംബവും രക്ഷപ്പെട്ടു. നോഹയും ഭാര്യയും അവരുടെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരുമാണ് പെട്ടകത്തിൽ കയറി. ആ ചരിത്രം നമുക്കറിയാം. ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ട്, മാനവജാതിയും ജീവജാലങ്ങളെ നശിപ്പിക്കുവാനായി ദൈവം തീരുമാനിക്കുകയും അങ്ങനെ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അങ്ങനെ നോഹ പെട്ടകം പണിക്കുകയും ലോകം മുഴുവൻ അദ്ദേഹം പ്രസംഗിക്കുക, അന്നുണ്ടായിരുന്ന ആ പ്രദേശങ്ങളൊക്കെ അദ്ദേഹം പ്രസംഗിക്കുകയും, എന്നാൽ പല ആളുകളും ഇതിലേക്ക് കയറുവാൻ താല്പര്യപ്പെടാതെ വന്നു. എന്നാൽ മഴ 40 രാവും 40 പകലും കഠിനമായി മഴ പെയ്തതിൻ്റെ അനുസരിച്ച് ഭൂമിയിൽ വെള്ളം പൊങ്ങുകയും അന്നുണ്ടായിരുന്ന സകലരും മരണപ്പെടുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടത് 8 പേർ മാത്രമേ ഉള്ളൂ. അതായത് നോഹയുടെ ഭാര്യ, അതുപോലെ അവരുടെ 3 മക്കൾ ശേം, ഹാം, യാഫത്ത്. ഇങ്ങനെ ശേം, ഹാം, യാഫത്ത് എന്നീ 3 വ്യക്തികളാലാണ് പിന്നീട് ഭൂമിയെ മുഴുവൻ മനുഷ്യൻ പെറ്റുപെരുകി നിറഞ്ഞത് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്ന കാര്യം. അക്കാലത്ത് സകല ജനങ്ങളും ഒരേ ഭാഷയും ഒരേ വാക്കുമാണ് സംസാരിച്ചിരുന്നത്. പിന്നീട് അവർ ഈ ജലപ്രളയത്തിന് ശേഷം പിന്നീട് ജനം പെറ്റുവരികയും പിന്നീട് കിഴക്കൻ ദേശത്തേക്ക് നീങ്ങിയ ജനം ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇറാഖ്. അപ്പോൾ ഈ ബാബേൽ ഗോപുരം പണിതത് ഇറാഖിലെ മെസപ്പൊട്ടോമിയ എന്ന സ്ഥലത്ത് ആയിരിക്കാം എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. പിന്നീട് കിഴക്കൻ പ്രദേശത്തേക്ക് നീങ്ങിയ ജനം ബാബിലോണിൽ ഒരു സമതല പ്രദേശം കണ്ടു, അവിടെ താമസമുറപ്പിച്ചു. അവർ അന്യോന്യം പറഞ്ഞു, വരുവിൻ, നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുത്ത് അതുകൊണ്ടൊരു വലിയ പട്ടണം, ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും പണിയാം. ഇത് നമ്മെ പ്രശസ്തരാക്കുകയും ഭൂമിയിലാകമാനം നമ്മൾ ചിതറിപ്പോകാതെ നമ്മെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഒന്ന്, നമ്മൾ ഒരു വലിയ ഗോപുരമുണ്ടാക്കുക, നമ്മൾ പ്രശസ്തരാകും. 2, നമ്മൾ ഭൂമിയിൽ ചിതറിപ്പോകാതിരിക്കും. എന്താണ് കാരണം? ഇനിയൊരു മഴ പെയ്താൽ അല്ലെങ്കിൽ മഴക്കാലമുണ്ടായാൽ ദൈവം ഭൂമിയെ നശിപ്പിക്കാൻ താല്പര്യപ്പെട്ടാൽ നമുക്കെല്ലാവർക്കും കൂടെ ഈ ഗോപുരത്തിൽ കയറി നമുക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗോപുരമുണ്ടാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ഇഷ്ടിക ചുട്ട് എടുത്ത് അവർ ഒരു വലിയ ഗോപുരമുണ്ടാക്കി. അത് ബാബിലോണിൽ, അതായത് ഇറാഖിലെ മെസപ്പൊട്ടോമിയ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആയിരിക്കാം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സംഭവിച്ചത്, അവർ ഒരേ ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് എബ്രായ ഭാഷയായിരിക്കാം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഏതായാലും ഒരു ഭാഷ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ലോകത്തിൽ കാണുന്ന 10,000-കണക്കിന് ഭാഷകളുണ്ട്. ചോദ്യം, ഭാഷ എങ്ങനെ ഉണ്ടായി? വലിയൊരു ചോദ്യമല്ലേ? ഏതെങ്കിലും ഒരു മതപണ്ഡിതനോടോ അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിലോ നമുക്ക് കാണാൻ കഴിയുമോ ഭാഷകൾ എങ്ങനെയുണ്ടായി? 1600-ലധികം 1652 ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ മാത്രമുള്ളതാണ് 1652 ഭാഷകൾ. ഈ 52 ഭാഷകളിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെങ്ങനെയാണ് ഈ ഭാഷ ഉണ്ടായത്? ഒരു വലിയ ചോദ്യം. ആരോട് ചോദിച്ചാൽ ഉത്തരം പറയും ഭാഷ എങ്ങനെയുണ്ടായി. എന്നാൽ ബൈബിൾ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകുന്നു. ഭാഷയുണ്ടായത്, അവരുടെ ഭാഷ ദൈവം കലക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ, ആ ജനം സംസാരിച്ചുകൊണ്ടിരുന്ന അവരുടെ ഭാഷയെ ദൈവം കലക്കിക്കളയുകയും അവർ വിവിധങ്ങളായ ഭാഷകൾ സംസാരിക്കാൻ എന്നവരായിത്തീരുകയും ചെയ്തു. അപ്പോൾ ഈ ഭാഷകളെല്ലാം സൃഷ്ടിച്ചതാരാണ്? ദൈവം തന്നെയാണ്. എന്താണ്? ദൈവം അവരുടെ ഭാഷയെ മാറ്റി ഓരോരുത്തരുടെ വായിൽ പല പല ഭാഷകൾ കൊടുത്തു. ചിലർ ഹിന്ദി സംസാരിക്കുന്നു, ചിലർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ചിലർ തമിഴ് സംസാരിക്കുന്നു, ചിലർ മലയാളം സംസാരിക്കുന്നു, ചിലർ കന്നഡ സംസാരിക്കുന്നു, ചിലർ ജാപ്പനീസ് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഫ്രഞ്ച് സംസാരിക്കുന്നു. ഇങ്ങനെ ലോകത്തിൽ നിന്ന് കാണുന്ന എല്ലാ ഭാഷകളുടെയും ആരംഭം ബാബേൽ ഗോപുരം പണിത സമയത്ത് ദൈവം ഭാഷയെ കലക്കിക്കളഞ്ഞ നിമിത്തമാണ്.
ഇങ്ങനെയാണ് അനവധി ഭാഷ ലോകത്തിലുണ്ടായത്. അങ്ങനെ മനുഷ്യർ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പിരിഞ്ഞു പോവുകയും വ്യത്യസ്ത ജാതികളായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ലോകത്തിലെ 10 പ്രധാനപ്പെട്ട ജാതികളെക്കുറിച്ച് അഥവാ രാഷ്ട്രത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. 10 പ്രധാനപ്പെട്ട ജാതികളാണ് ലോകത്തിലുള്ളത്. 1 കനാന്യർ, 2 സുമേര്യർ, 3 ഫിലിസ്ത്യർ, 4 മിസ്രൈമ്യർ, 5 ബാബിലോണിയർ, 6 അസ്രിയക്കാർ, 7 പേർഷ്യക്കാർ, 8 ഗ്രീക്കുകാർ, 9 റോമാക്കാർ, 10 ഇസ്രായേലിയർ. ഇന്ന് ലോകത്തിൽ 200-ലധികം രാഷ്ട്രങ്ങളുണ്ട്. ലോകത്തിൽ 200-അധികം രാഷ്ട്രങ്ങളുള്ളവർ ഈ 10 ജാതിയിൽ നിന്ന് പിരിഞ്ഞ ജാതികളും ഉപജാതികളുമാണ്. ഒന്നുകൂടെ പറയാം: കനാന്യർ, സുമേര്യർ, ഫെലിസ്ത്യർ, മിസ്രൈമ്യർ, ബാബിലോണിയർ, അസീറിയക്കാർ, പേർഷ്യക്കാർ, ഗ്രീക്കുകാർ, റോമാക്കാർ, ഇസ്രായേലിയർ എന്നിങ്ങനെ 10 ജാതിയിൽ നിന്നാണ് ലോകത്തിൽ 200-ലധികം രാഷ്ട്രങ്ങളിൽ ജാതികൾ നിറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഇനി ഇന്ത്യയിലുള്ള നമ്മൾ വൈദേശികളുടെ സമ്മിശ്രണമാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇന്ത്യയെ എടുത്ത് നോക്കുമ്പോൾ ഡാർക്ക് കളറുള്ളവരുണ്ട്, ബ്രൗൺ കളറുള്ളവരുണ്ട്, വൈറ്റ് കളറുള്ളവരുണ്ട്, യെല്ലോ കളറുള്ളവരുണ്ട്, പല കളറിലുള്ള ആളുകളുണ്ട്. ഇതൊക്കെയും പല കാലാകാലങ്ങളിൽ വന്ന പല ജാതികളിൽ നിന്ന് അത് മിക്സഡ് ആയിട്ടുള്ളവരാണ്. മിക്സഡ് വിവാഹം കഴിച്ച് ഉണ്ടായിട്ടുള്ള ആളുകളാണ്. ഇതാണ് നാം പറയേണ്ടത്. ചുരുക്കത്തിൽ ഇന്ത്യ അടക്കമുള്ള ലോകത്തിലെ സകല ജനങ്ങളും ഷേം, ഹാം, യാഫത്ത് എന്നീ നോഹയുടെ 3 പുത്രന്മാരുടെ സന്തതി പരമ്പരകളാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയും ഒരു കുടിയേറ്റ രാജ്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സിന്ധു നദീതട കുടിയേറ്റത്തോടു കൂടിയാണ് സിന്ധു തടത്തിൽ ജനങ്ങൾ കുടിയേറി പാർത്തു. ആരംഭകാലഘട്ടങ്ങളിൽ ആളുകൾ താമസിച്ചിരുന്ന നദികളുടെ തീരത്തായിരുന്നു. കാരണം വെള്ള സൗകര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് അവർ നദിയുടെ തീരത്ത് താമസിച്ചിരുന്നു. അങ്ങനെ ഇന്നും ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ നമ്മൾ കടന്നു വന്നാൽ ഗംഗാ നദിയുടെ തീരത്താണ് ജനങ്ങൾ കൂടുതൽ താമസിക്കുന്നത്. കാരണം അവിടെ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ലഭിക്കും. സിന്ധു നദീതട കുടിയേറ്റത്തോടു കൂടിയാണ് ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്നതെന്ന് നമുക്ക് കരുതപ്പെടുന്നു. മെഡിറ്ററേനിയൻ അഥവാ ദ്രാവിഡൻ. മെഡിറ്ററേനിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദ്രാവിഡൻ എന്നറിയപ്പെടുന്ന ജനവിഭാഗമാണ്. മെഡിറ്ററേനിയൻ നിന്ന് സമുദ്രത്തിൻ്റെ തീരത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത വിഭാഗമാണ് നമ്മൾ ദ്രാവിഡന്മാർ എന്ന് നമ്മൾ കാണുന്നത്. ഭാഷ കലക്കപ്പെട്ടതിന് ശേഷം ബാബിലോണിയിൽ നിന്ന് വന്നവരാണിവർ. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ദ്രാവിഡന്മാർ എന്ന് പറയുന്നത് അവർ ബാബിലോണിയിൽ നിന്ന് വന്നവരാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ദ്രാവിഡന്മാരായിട്ടുള്ള ആളുകൾ എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ അവർ ബാബിലോണിയയിൽ നിന്ന് വന്നവരാണ്. അതായത് ഇറാഖിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഇന്ത്യയിലെ ഹാരപ്പ സംസ്കാരം ക്രിസ്തുവിന് മുമ്പ് 3000-നും 2600-നും ഇടയ്ക്കാണ് ഉണ്ടായിരുന്നത്. പിന്നീട് വിവിധ കാലങ്ങളായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി അധിനിവേശക്കാർ ഇന്ത്യയിലേക്ക് വരികയും ദ്രാവിഡരോട് യുദ്ധം ചെയ്യുകയും ആ ദ്രാവിഡർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക്, അതായത് പ്രധാനമായി സൗത്ത് ഇന്ത്യയിലേക്ക് അവർ പലായനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കാണുന്ന ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട്, കർണാടക, കേരളം ഈ സംസ്ഥാനങ്ങളിലെല്ലാം താമസിക്കുന്ന ആളുകൾ ദ്രാവിഡന്മാരാണ്. ദ്രാവിഡന്മാർ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ എന്ന വാക്കാണ് ദ്രാവിഡൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ബാബിലോണിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആളുകളാണ് എന്നാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുന്നത്. പിന്നീട് വിവിധ കാലങ്ങളിലായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി അധിനിവേശക്കാർ ഇന്ത്യയിലേക്ക് വരികയും ദ്രാവിഡരോട് യുദ്ധം ചെയ്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു. പല ജാതിയിൽപ്പെട്ട ആളുകൾ അവർ ഇവിടെ കടന്നു വരികയും ദ്രാവിഡന്മാരോട് യുദ്ധം ചെയ്യുക. അങ്ങനെ ദ്രാവിഡന്മാർ പൊതുവെ സൗത്ത് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. വിവിധ നൂറ്റാണ്ടുകളായി വിദൂര ദേശങ്ങളിൽ നിന്നുള്ള അനവധി ഗോത്രവർഗക്കാർ ഇങ്ങോട്ട് വന്ന് ഇന്ത്യയിൽ വിജയകരമായ അവരുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ സാധിച്ചു. അവർ പൊതുവായി ആര്യന്മാർ എന്ന് അറിയപ്പെടുന്നു. എന്നാൽ
വിവിധ നൂറ്റാണ്ടുകളായി ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ഒരു സമൂഹമുണ്ട്. ആ സമൂഹം പിന്നീട് അവർ ആര്യന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. ആര്യന്മാരും ദ്രാവിഡന്മാരും തമ്മിൽ മിശ്ര വിഭാഗത്തിൽ ഉണ്ടായവരെ ഇൻഡോ ആര്യന്മാർ എന്ന് വിളിക്കുന്നു. അങ്ങനെ ആര്യന്മാർ ഇവിടെ കടന്നു വരികയും ജനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സഡായി വിവാഹം കഴിക്കുകയൊക്കെ ചെയ്ത് അതിൽ നിന്നുണ്ടായ സന്താനങ്ങളെ ഇൻഡോ ആര്യൻസ് എന്ന് വിളിക്കുന്നു. BC 10-ാം നൂറ്റാണ്ട് മുതൽ ഇസ്രായേലിൽ നിന്നുള്ള യഹൂദന്മാരും AD 1-ാം നൂറ്റാണ്ട് മുതൽ സിറിയയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളും ഇന്ത്യയിലേക്ക് കുടിയേറുകയുണ്ടായി. അപ്പോൾ പിന്നീട് നമ്മൾ BC 10-ാം നൂറ്റാണ്ടിൽ നിന്നാണ് ഇസ്രായേലിയുടെ ഒരു കുടിയേറ്റം ഇങ്ങോട്ട് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് AD 1-ാം നൂറ്റാണ്ടിലാണ് സിറിയയിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ ഇങ്ങോട്ട് കുടിയേറുന്നത്. കൂടാതെ മുസ്ലിങ്ങളും പാർസികളും ക്രമേണ ഇവിടെ താമസമുറപ്പിക്കുകയുണ്ടായി. അപ്പോൾ പേർഷ്യൻ നാടുകളിൽ നിന്ന് സൗദി അറേബ്യ അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന മുസ്ലിങ്ങൾ ഇവിടെ കുടിയേറി പാർത്തു. അവരിവിടെ വന്ന് പെറ്റുപെരുകി അവരും ഒരു സമൂഹമായി തീർന്നു. പിന്നീട് ഈ ജനവിഭാഗങ്ങളെല്ലാം മിശ്ര വിവാഹങ്ങളിലൂടെ വർദ്ധിച്ചു. അപ്പോൾ അങ്ങനെ പരസ്പരം ദ്രാവിഡന്മാരും ആര്യന്മാരുമായി വിവാഹം നടന്നു. പിന്നീട് വന്ന ക്രിസ്ത്യാനികളും മറ്റുള്ള ഹൈന്ദവ ആളുകളുമായിട്ടുള്ള വിവാഹം നടന്നു, ആര്യന്മാരുമായിട്ടുള്ള വിവാഹം നടന്നു, ഇങ്ങനെ മുസ്ലിങ്ങളുമായിട്ടുള്ള വിവാഹം നടന്നു. ഇങ്ങനെ എല്ലാം കൂടെ മിക്സഡ് ചെയ്ത ഒരു വിഭാഗമാണ് ഇന്ത്യയിൽ താമസിക്കുന്നവർ. അല്ലാതെ ആർക്കും സ്വന്തമായി ഞങ്ങൾ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവർ മാത്രമാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരും പുറത്തുപോയി മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല എന്ന് അവകാശപ്പെടാൻ ആർക്കും സാധ്യമല്ല. പലരും അവരുടെ ജാതിയും അവരുടെ ഗോത്രമൊക്കെ വിട്ട് മറ്റ് പല ആളുകളെ വിവാഹം കഴിക്കുകയും അങ്ങനെ അവർ വിവിധങ്ങളായ രീതിയിലുള്ള ജാതികളായി പിരിയുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഈ ജനവിഭാഗങ്ങളെല്ലാം വിവാഹം കഴിച്ച് പെറ്റുപെരുകി വളർന്നു. ഇങ്ങനെയാണ് അനേക വൈദേശിക വംശങ്ങളുടെ സമ്മിശ്രമായ ഇന്നത്തെ ഇന്ത്യൻ ജനത രൂപപ്പെട്ടത്. ഇതെല്ലാം കഴിഞ്ഞ 4000-ഓ 5000-ഓ വർഷങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൽ താമസിക്കുന്ന ആളുകൾ ഇതെല്ലാം ഒരു കുടിയേറ്റ രാജ്യമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മതം അഭിപ്രായപ്പെടുന്നത് പോലെ ഇത് ഞങ്ങളുടെ ദേശമാണ്, ഞങ്ങളുടെയാണ് എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. നമ്മളെല്ലാം വൈദേശികരാണ്, വിദേശത്തു നിന്ന് വന്നവരാണ്. നമ്മുടെ പൂർവികന്മാർ 4000-ഓ 5000-ഓ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയേറി പാർത്ത പല ആളുകളും ആണ്. ഇവരെല്ലാം നോഹയുടെ മക്കളുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി. ഏത് ജാതിയായാലും ഏത് മതമായാലും, ആര്യനായാലും നമ്പൂതിരിയായാലും നായരായാലും ഇനി ഏത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇവരെല്ലാം നോഹയുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് എന്നാണ് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 6 ജനവിഭാഗങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതായത് വിവിധ വംശീയ വിഭാഗങ്ങളുടെ ഒരു സമ്മിശ്രമാണ് ഇന്ത്യൻ ജനത. നരവംശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരനുമായ ഡോക്ടർ BS ഗുഹായുടെ അഭിപ്രായത്തിൽ നമ്മൾ ഇന്ത്യക്കാർ പ്രധാനമായും 6 വംശീയ വിഭാഗത്തിൽപ്പെടും. ഇന്ത്യയിൽ താമസിക്കുന്നവരായിട്ടുള്ള ആളുകൾ 6 വംശീയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരാണ്. 1 നിഗ്രിറ്റോ, 2 പ്രോട്ടോ ആസ്ട്രോലോയിഡ്സ് അഥവാ ആസ്ട്രിക്സ്, അടുത്തത് മംഗോളിയൻസ്, അടുത്തത് മെഡിറ്ററേനിയൻ അഥവാ ദ്രാവിഡൻ, അടുത്തത് വെസ്റ്റേൺ ബ്ലാക്കി സിഫൽസ്, 6 നോർഡിക് ആര്യൻസ്. ഇങ്ങനെ 6 വിഭാഗമാണ് ഇന്ത്യയിലുള്ളത്. അത് മലയാള മനോരമ ഇയർ ബുക്ക് 2014 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 6 വിഭാഗങ്ങളാണ്, വംശീയ വിഭാഗങ്ങളാണ് നമ്മുടെ ഈ ഇന്ത്യയിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഭാഷാശാസ്ത്രപരമായി പറഞ്ഞാൽ ഇന്ത്യ ഭാഷകളുടെ ഒരു ബാബേലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ളത് 1652 ഭാഷകളാണ്. അതിൽ 1,00,000-ലധികം പേർ സംസാരിക്കുന്ന 33 മാതൃഭാഷകളുണ്ട്. 1,00,000-ൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 33 മാതൃഭാഷകളുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ ഭാഷ സിന്ധു നദീതട സംസ്കാര കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്.
എന്നാൽ അതിൻ്റെ ലിഖിത രൂപങ്ങൾ കാര്യമായൊന്നും ലഭിക്കാത്തതുകൊണ്ട് ആ ഭാഷയുടെ പൊരുൾ തിരിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. എന്നിരുന്നാലും ആദ്യകാല ഇന്ത്യയിലെ 4 പ്രധാന ഭാഷാ കുടുംബങ്ങൾ ഇവയാണ്: ദ്രാവിഡിയൻ, സൈനോ ടിബറ്റൻ, ആസ്ട്രിക്, ഇൻഡോ ആര്യൻസ് എന്നാണ്. രാഷ്ട്രീയമായി ഇന്ത്യ അനവധി പ്രത്യയ ശാസ്ത്രങ്ങളുടെ ഒരു പരീക്ഷണശാലയാണ്. ചിലതെല്ലാം പരീക്ഷിച്ച് നോക്കി നാം സ്വീകരിച്ചു, മറ്റുള്ളവ ചിലത് നാം തള്ളിക്കളഞ്ഞു. സാമൂഹികമായി ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാനം തന്നെ മനുഷ്യൻ്റെ അസമത്വമാണ്. മനുഷ്യർ സമന്മാരായിട്ടല്ല ജനിക്കുന്നത് എന്ന ആശയം ആര്യന്മാരാണ് ഇവിടെ പ്രയോഗിക്കുകയും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്തത്. അങ്ങനെ ആര്യന്മാരുടെ ആധിപത്യം ഇവിടെ ജാതി വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനും സമൂഹത്തെ പല തട്ടുകളായി തിരിച്ച് ചൂഷണം ചെയ്യുന്നതിനും ഇടയായി തീർന്നു. അപ്പോൾ ആര്യന്മാരാണ് ഈ മനുഷ്യരെ ഇങ്ങനെ ജാതി അടിസ്ഥാനത്തിൽ തിരിച്ചത്. അതവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് തിരിച്ചത്. ബ്രാഹ്മണന്മാർക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ, മറ്റുള്ളവരുടെ പണം കൊണ്ട് 3 നേരം മൃഷ്ടാന്ന ഭോജനം കഴിച്ച് ജീവിക്കുവാൻ വേണ്ടി അവർ ഉണ്ടാക്കി വെച്ച ഒരു സംവിധാനമാണ് ഇതെല്ലാം. അതുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്തു. ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ആളുകൾ പണിയെടുത്ത് ആ പണം കൊണ്ടുവന്ന് അതിൽ നിന്ന് സുഖിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണന്മാരുടെ പരിപാടി. പണിയെടുക്കാതെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ഉള്ള അവരുടെ ശ്രമം ഇതാണ്. സമൂഹത്തെ പല തട്ടുകളായി തിരിച്ച് ചൂഷണം ചെയ്യുന്നതിനിടയാക്കി. നിയമപരമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഈ സ്ഥിതി തുടരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ ബ്രാഹ്മണനും ക്ഷത്രിയനും കഴിഞ്ഞേ മറ്റെന്തും ഉള്ളൂ. അവനാണ് ഇവിടുത്തെ രാജാക്കന്മാർ. ഇനി ലോകം എത്ര പുരോഗമിച്ചാലും കാലം എത്ര പുരോഗമിച്ചാലും നല്ല ഭരണഘടന നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ബ്രാഹ്മണനും ക്ഷത്രിയനുമാണ് ജനത്തെ ചൂഷണം ചെയ്യുന്നത്. അവൻ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും ലോകമുള്ളോടത്തോളം കാലം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ദൈവത്താൽ നിയമിക്കപ്പെട്ടതെന്ന മട്ടിൽ സമൂഹത്തിൽ 4 ജാതി വ്യവസ്ഥ അടിച്ചേൽപ്പിച്ചു. 1 ബ്രാഹ്മണർ, 2 ക്ഷത്രിയർ, 3 വൈശ്യർ, 4 ശൂദ്രർ. ഇങ്ങനെ 4 വിഭാഗത്തിലുള്ള ആളുകളെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബ്രാഹ്മണന്മാർ ഏറ്റവും ഉയർന്ന സ്ഥാനം അവകാശപ്പെടുകയും താഴെയുള്ള വിഭാഗങ്ങൾ അവരെ അടിമകളെപ്പോലെ സേവിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. ക്ഷത്രിയരാകട്ടെ ജനത്തെ സംരക്ഷിക്കുന്നതിനും യുദ്ധം ചെയ്യുന്നതിനും വേണ്ടിയുള്ളവരാണ്. അടുത്തത് വൈശ്യരാകട്ടെ കാർഷിക അഭിവൃദ്ധിയിൽ ഏർപ്പെട്ടിരുന്നു. ഇനി ഇവരുടെ എല്ലാം താഴെയാണ് ശൂദ്രരുടെ സ്ഥാനം. ശൂദ്രരുടെ സ്ഥാനം ഒരു 2ാം കിട പൗരൻ്റേതായിരുന്നു. ശൂദ്രനെന്നും അശുദ്ധനെന്നും 2 തരത്തിൽ ശൂദ്രന്മാരെ തിരിച്ചിരുന്നു. കുറേ പേര് ശൂദ്രൻ, മറ്റുള്ളവർ അശുദ്ധൻ. പാരമ്പര്യത്തിൻ്റെയും തൊഴിലിൻ്റെയും അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ വിഭജനം. അശുദ്ധർ തൊട്ടുകൂടാത്തവരായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളെ സ്പർശിക്കുന്നതിനോ അവർ യാത്ര ചെയ്യുന്ന വഴികളിൽ അവർ നിൽക്കുന്നതിനോ അവർക്ക് അവകാശമില്ല. എത്ര മോശമായ രീതിയിലാണ് മനുഷ്യനെ 4ആയി ചിത്രീകരിച്ച് മുണ്ടും. എന്നിട്ടും ഇപ്പോഴും ആ ജനങ്ങൾ ആ മനുഷ്യനെ 4ആയി ചിത്രീകരിക്കുന്ന ആ സമൂഹത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം. തങ്ങളെ ഒരു അടിമകളെ പോലെ കാണുകയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിൽക്കുകയും മനുഷ്യനെ മനുഷ്യനല്ലാതെയായി കാണുകയും മനുഷ്യനെ വെറും താഴ്ന്ന നിലവാരത്തിൽ കാണുകയും ചെയ്യുന്ന ഒരു സമൂഹത്തോടെ വീണ്ടും ഇവരൊക്കെ ചേർന്ന് നിൽക്കുന്നു. ഞങ്ങളും ആ സമൂഹത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറയാൻ അഭിമാനം കൊള്ളുന്നു. അതോർക്കുമ്പോഴാണ് വലിയ സങ്കടം തോന്നുന്നത്. എത്രമാത്രം ഇവരെ തള്ളി പുറത്താക്കിയാലും അടിച്ചു പുറത്താക്കിയാലും പിന്നീടും ഞങ്ങളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ ഒരു സമൂഹം അവർ ഇന്നും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ വസ്തുത. അതുകൊണ്ടോ ഇവിടെ ശൂദ്രർക്ക് വളരെ കുറഞ്ഞ അവകാശങ്ങളും
വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഉണ്ടായിരുന്നത്. ബ്രാഹ്മണിക ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ശൂദ്രന്മാർ അവരുടെ യജമാനന്മാരുടെ എച്ചിൽ തിന്നുന്നതിനും അവർ ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും വിധിക്കപ്പെട്ടവരായിരുന്നു. ശൂദ്രന്മാരുടെ ഒരു അവസ്ഥ ബ്രാഹ്മണർ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടം കഴിക്കുക എന്നുള്ളതായിരുന്നു. അവർ ഉപയോഗിച്ച വസ്ത്രം പഴകിയ വസ്ത്രം ധരിക്കുക എന്നുള്ളതായിരുന്നു. ഒരു കാലത്ത് ഈ ശൂദ്രൻ ഉണ്ടായിരുന്നു. ഭാരിച്ച ഉത്തരവാദിത്വം പണി കൂടുതലും ചെയ്യുകയും പണിയെടുക്കാതെ തിന്ന് കൊഴുത്തിരിക്കുന്ന ഈ മറ്റ് മേൽജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ അടിമകളെ പോലെ പ്രവർത്തിക്കുവാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ഈ ശൂദ്രന്മാർ എന്നുള്ളത് നാം തിരിച്ചറിയണം. ശൂദ്രന്മാരുടെ താഴെ ഇനിയും മറ്റൊരു ജനമുണ്ടായിരുന്നു. അവരെ ഹീനമായ ജോലികൾ ചെയ്യുന്നതിന് നിയമിക്കപ്പെട്ടിരുന്ന ചണ്ടാളന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ചണ്ടാളൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ശൂദ്രൻ്റെയും അശുദ്ധൻ്റെയും ഒക്കെ താഴെയാണ് ചണ്ടാളൻ കിടക്കുന്നത്. ചണ്ടാളൻ്റെ ജോലി എന്താണ്? ഹീനമായ പ്രവൃത്തികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശവങ്ങൾ മറവ് ചെയ്യുകയും ആരാച്ചാരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജോലികളാണ് ഇവർക്കുണ്ട്. ആര്യന്മാർ താമസിക്കുന്ന ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ താമസിക്കുവാൻ ഇവർക്ക് അനുവാദമില്ലായിരുന്നു. ഒന്നാലോചിച്ച് നോക്കിക്കേ, ആര്യന്മാരുടെ വരവോടുകൂടി നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ദുർഗതി, മനുഷ്യനെ 4 തട്ടായി തിരിച്ച് ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനും ശൂദ്രനെന്നും തിരിച്ച്, അതിൽ ശൂദ്രനെ അശുദ്ധനെന്നും തിരിച്ച്, അതിലും ഹീനമായ ഒരു ജാതിയായി ചണ്ടാളനെ കണ്ട് മനുഷ്യനെ ഇത്രയും ഹീനമായ രീതിയിൽ മനുഷ്യനെ നശിപ്പിച്ച മറ്റൊരു സമൂഹം ഇന്ന് ലോകത്തിലില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. കുഷ്ഠരോഗികളും അടിമകളുമായിട്ടുള്ള ആളുകൾ. ചരിത്രകാരനായ മീഖായേൽ എഡ്വേർഡ് ഇങ്ങനെ പറയുന്നു: ആര്യന്മാർ ആക്രമിച്ച് കീഴടക്കിയ ഇന്ത്യയിലെ ജനങ്ങൾ അവർ നിയമിച്ച സ്ഥാനമാണ് പണ്ടത്തെ ഇന്ത്യയിൽ അടിമ വ്യവസ്ഥയ്ക്ക് കാരണമായി തീർന്നത്. ദാസൻ എന്ന വാക്കിന് അടിമ എന്നാണ് അർത്ഥം. വീട്ടുജോലിക്കാരായി ജോലി ചെയ്യുന്ന അടിമകൾക്ക് സമൂഹത്തിൽ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. അവരെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുവാനുള്ള അവകാശവും അധികാരവും ഇന്ത്യയിലുണ്ടായിരുന്നു. മാത്രമല്ല 18-19 നൂറ്റാണ്ടുകളിലെ ഇന്ത്യൻ സമൂഹം അവൻ്റെ അവസ്ഥയെക്കുറിച്ച് രൂത്ത് വിശാൽ മംഗൽവാടിയുടെ ദ ലെഗസി ഓഫ് വില്യം ഗേറി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ജന്മത്തിൽ നല്ലൊരു ജീവിതം ഉറപ്പാക്കുന്നതിനായി കുഷ്ഠരോഗികളെ ജീവനോടെ മറവ് ചെയ്യുകയോ ദഹിപ്പിക്കുകയോ ചെയ്യുമായിരുന്നു. ഒരു കുഞ്ഞ് രോഗിയായി തീർന്ന ദുഷ്ടാത്മാക്കളിനെ രക്ഷിക്കുന്നതിനായി കുഞ്ഞിനെ ഒരു കുട്ടയിലാക്കി 3 ദിവസം യാതൊരു പരിചരണവും നൽകാതെ കെട്ടിത്തൂക്കിയിട്ടിരുന്നു. ഓരോ ശൈത്യകാലങ്ങളിലും മാതാപിതാക്കൾ ഹൂഗ്ലി നദി കടലിൽ ചേരുന്ന ഇടത്ത് മൺതിട്ടയിൽ നിന്നുകൊണ്ട് തങ്ങളുടെ മക്കളെ ഈ നദിയിലേക്ക് എറിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കുട്ടി വെള്ളത്തിൽ മുങ്ങിത്താഴുകയോ മുതലകൾക്ക് ഇരയായി തീരുകയോ ചെയ്യുമായിരുന്നു. ഗംഗാ മാതാവിന് ഇപ്രകാരം കുട്ടികളെ യാഗമർപ്പിക്കുന്ന അമ്മമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ അതീവ ഭക്തകളായിട്ടാണ് ജനം കണക്കാക്കിയിരുന്നത്. 200 അതിലധികമോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയുടെ ചരിത്രമാണിത്. കുഷ്ഠരോഗികളെ, അതുപോലെ ഈ അഞ്ചാം പനിയൊക്കെ ബാധിച്ച, ചിക്കൻ ബോക്സൊക്കെ ബാധിച്ച ആളുകളെ പുറത്തിറക്കി കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. എത്ര ഹീനമായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ! ജാതിപരമായ, വർണ്ണപരമായ, വർഗപരമായ രീതിയിൽ തിരിച്ച് മനുഷ്യനെ എത്ര ഹീനമായ രീതിയിലാണ് ഈ സമൂഹം പെരുമാറിക്കൊണ്ടിരുന്നത്. ഇത്രയും ഹീനമായ, ഇത്രയും പൈശാചികമായ, ഇത്രയും മനുഷ്യനെ മനുഷ്യത്വമില്ലാതെ കാണുന്ന, നരകതുല്യമായി താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ നരകതുല്യമായി ജീവിച്ചിരുന്ന ഒരു കാലത്താണ് മിഷണറിമാരുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം. അവരിവിടെ കടന്നു വന്ന് സാധാരണക്കാരായ ആളുകളുടെ അടുക്കൽ ചെന്നു, അവർക്ക് കഴിക്കുവാൻ ആഹാരം കൊടുത്തു, അവരെ കുളിപ്പിച്ചു, അവരുടെ മുറിവുകൾ തേച്ച് കഴുകി, അവർക്ക് നല്ല വസ്ത്രം കൊടുത്തു, അവർക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചു. അതാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ആധുനിക ഭാരതം ബൈബിളിൻ്റെ സൃഷ്ടി എന്ന് രേഖപ്പെടുത്താനുള്ള കാരണം. ബൈബിൾ വിവർത്തനം ചെയ്യുന്നവർ ഇന്ത്യയിലേക്ക് കടന്നു വന്നതോടുകൂടിയാണ് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ സ്ഥിതി മാറി.
കേരളമൊക്കെയും ഇത്രയും നമ്പർ 1 നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണ്. എന്നാൽ ഈ നോർത്ത് ഇന്ത്യ, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്നും അടിമവസ്ഥകൾ നിലനിൽക്കുന്നു. ആളുകളെ ഹീനരായി എണ്ണുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇപ്പോഴും നിലനിൽക്കുന്നു. ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും കുളത്തിൽ നിന്ന് ഇന്നും താഴ്ന്ന ജാതിക്കാരന് വെള്ളം കോരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ന് ആയിരിക്കുന്നു. ഇത് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ വന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്കാണ് ബൈബിൾ പരിഭാഷകരും ക്രിസ്തുവിൻ്റെ വേലക്കാരും എല്ലാവരും തുല്യമായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന പ്രഖ്യാപനമായി കടന്നു വരുന്നത്. മനുഷ്യനെല്ലാം തുല്യരാണ്, മനുഷ്യനെല്ലാം തുല്യമായി സൃഷ്ടിക്കപ്പെട്ടവന്. അതിൽ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ അശൂദ്രനെന്നോ ചണ്ടാളനോ എന്നില്ല. ദൈവത്തിന് മുൻപാകെ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള ഒരു സമത്വ സിദ്ധാന്തമാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആ വേദപുസ്തകത്തിൻ്റെ വക്താക്കളായി ഇവിടെ കടന്നു വന്ന ആളുകൾ അവർ മറ്റുള്ളവരോട് പറഞ്ഞു, മനുഷ്യർ സമത്വമുള്ളവരാണ്. അങ്ങനെ അവർ ഉയർന്ന ജാതിക്കാരിൽ നിന്ന് എതിർപ്പ് ക്ഷണിച്ചു വരുത്തി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് സാമ്രാജ്യം പോലും ക്രിസ്ത്യൻ മിഷണറിമാരെ ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചു. 1813 ഈ പ്രസ്തുത നിരോധനം നീക്കിയത്. സുന്ദർ യേസു വാൻഡിയൻ ഇങ്ങനെ പറയുന്നു, സിന്ധു നദീതട സംസ്കാരവും ഏറ്റവും പുരാതനവും അതേസമയം ഏറ്റവും വികസിതവും ആശ്ചര്യമാം വിധം പുരോഗതി പ്രാപിച്ചതുമായ ഒരു ദ്രാവിഡ നാഗരിക സംസ്കാരമായിരുന്നു. ദ്രാവിഡ സംസ്കാരമായിരുന്നു അത്. BC 6-ാം നൂറ്റാണ്ടിനും AD 4-ാം നൂറ്റാണ്ടിനും ഇടയിൽ വെളുത്ത വർഗ്ഗക്കാരായ വിദേശികൾ, അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, BC 6-ാം നൂറ്റാണ്ടിനും AD 4-ാം നൂറ്റാണ്ടിനും ഇടയിൽ വെളുത്ത വർഗ്ഗക്കാരായ വിദേശികൾ, അതായത് പേർഷ്യക്കാരും BC 6-ാം നൂറ്റാണ്ട്, ഗ്രീക്കുകാർ BC 4-ാം നൂറ്റാണ്ട്, സ്കിത്യർ BC 2-ാം നൂറ്റാണ്ട്, കൂശാനുക്കളും AD 1-ാം നൂറ്റാണ്ട്, ഹൂനുക്കളും ഹുജറകളും AD 4-ാം നൂറ്റാണ്ട് ഇന്ത്യ ആക്രമിക്കുകയുണ്ടായി. ഈ കാലഘട്ടങ്ങളിൽ വെള്ളക്കാരായ റോമാക്കാരും വ്യാപാരത്തിനായി ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. ഇരുണ്ട് നിറക്കാരായ തദ്ദേശീയരായ ദ്രാവിഡന്മാർ, ഈ 6 വിഭാഗക്കാരെ ഒരുമിച്ചാണ് ആര്യന്മാർ എന്ന് വിളിച്ചത്. ഇവരെല്ലാവരെയും ചേർത്ത് ദ്രാവിഡന്മാർ വിളിച്ച പേരാണ് ആര്യന്മാർ എന്ന് പറഞ്ഞു. നീഗ്രോ വംശത്തിൽ നിന്നും ദ്രാവിഡ വംശത്തിൽ നിന്നും വിഭിന്നമായി ആര്യൻ എന്ന പദം ഒരു വംശത്തെ കുറിക്കുന്നതിനുള്ളതല്ല. ഇൻഡസ് നദി, സിന്ധു നദി എന്നറിയപ്പെട്ടിരുന്നത്, സിന്ധു നദീതടത്തിൽ വസിച്ചിരുന്ന ജനങ്ങൾ സിന്ധുക്കൾ എന്ന് അവരുടെ സംസ്കാരത്തെ സിന്ധു നദീതട സംസ്കാരം അതാ ഇൻഡസ് സംസ്കാരം എന്ന് വിളിക്കുവാൻ തുടങ്ങി. പേർഷ്യക്കാരെ പോലെയുള്ള വിദേശികൾ സ എന്ന ശബ്ദം ഉച്ചരിക്കാൻ കഴിയാത്തതുകൊണ്ട് സിന്ധു എന്ന പദം അവർ ഹിന്ദു എന്ന് ഉച്ചരിച്ചു. അങ്ങനെയാണ് സിന്ധു നദീതട നിവാസികൾ ഹിന്ദുക്കളായി മാറിയത്. ഹിന്ദു എന്ന പദത്തിന് ഏതെങ്കിലും ഒരു മതമായി യാതൊരു വിധമായ ബന്ധവുമില്ല, മറിച്ച് ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥാനം വ്യക്തമാക്കുന്ന ഒരു പദം മാത്രമാണിത്. ഹിന്ദു എന്നതും ഹിന്ദുയിസം എന്നതും ഒരു മതത്തെ കുറിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള വ്യതിചലനവും ആണ് എന്നാണ് ഡോക്ടർ ബാബു കെ വർഗീസ് അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല സിന്ധു നദിയുടെ ദേശം ഹിന്ദുസ്ഥാനല്ല സിന്ധുസ്ഥാനാണ് എന്ന് തിരിച്ചറിയാം. സിന്ധു നദീതടത്തിൽ താമസിച്ചിരുന്ന ആളുകളെയാണ് സിന്ധുക്കൾ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് അത് ഹിന്ദുക്കൾ എന്നായി മാറി പരിണമിക്കുകയാണ്. കാട്ടുവാസികളായി കഴിഞ്ഞ ഗോത്രവർഗ്ഗക്കാരും അതുപോലെ തോട്ടിപ്പണി ചെയ്യുന്നവരും ശവങ്ങൾ സംസ്കരിക്കുന്നവരും തുകൽപ്പണിക്കാരുമായ ജാതിക്കാരും സമൂഹത്തിൽ നിന്ന് ബഹിഷ്കർ ആയിരുന്നു. സാമൂഹികമായ യാതൊരു അവകാശങ്ങളും യാതൊരു അവകാശങ്ങളും ഇവർക്ക് ലഭിച്ചിരുന്നില്ല. എന്നാലും ഇവർ നികുതി കൊടുക്കണമായിരുന്നു. ഇവരുടെ നികുതി കൊണ്ട് ബ്രാഹ്മണരും ക്ഷത്രിയരും പുഷ്ടി വെച്ച് വളർന്നു വന്നു. ഒരു പണിയെടുക്കാതെ ബ്രാഹ്മണനും ക്ഷത്രിയനും മറ്റുള്ളവരുടെ പൈസ മേടിച്ച് നല്ല മൃഷ്ടാന ഭോജനം കഴിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. ജൈനമതം, ബുദ്ധമതം തുടങ്ങിയ പുതിയ മതങ്ങൾ മൃഗബലിയെ തള്ളിപ്പറഞ്ഞു വ്യക്തിപരമായ ശുദ്ധിക്കും യോഗ്യതകൾക്കും നൽകുകയും ചെയ്യുന്നു. ഈ കാലത്ത് വ്യക്തികളുടെ ആത്മാവിനെ സംബന്ധിച്ച് നൂതന ആശയങ്ങൾ രൂപം കൊണ്ടു. പുനർജന്മ വിശ്വാസം, അതായത് ആത്മാവ് വ്യത്യസ്ത ശരീരങ്ങൾ സ്വീകരിച്ച് പുനർജനിച്ചുകൊണ്ടേയിരിക്കും എന്ന വിശ്വാസം, ഈ ജീവിതത്തിലെ കർമ്മഫലം അടുത്ത ജന്മത്തെ സ്വാധീനിക്കും എന്നുള്ളത്. AD 5-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാലഘട്ടങ്ങളുടെ പ്രാരംഭത്തിൽ ജന്മിത്ത സമ്പ്രദായം ക്ഷയിക്കുകയും കേന്ദ്രീകൃത രാജഭരണം
നിലവിൽ വരികയും ചെയ്തു. അങ്ങനെയാണ് നഗര സംസ്കാരം ബലഹീനമായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ജന്മിത്വ വ്യവസ്ഥിതി മാറുകയും രാജ്യഭരണം മാറുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഈ കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിലെ നവീകരണകർത്താക്കളായ ബൈബിളിൻ്റെ പരിഭാഷകരായ മിഷണറിമാരും ചേർന്ന് ഇന്ത്യയെ ആധുനികവൽക്കരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ത്യക്കാരായ നവീകരണകർത്താക്കൾ ഒരാളായ പൂനെയിലെ ജ്യോതിറാവു ഫൂലെ മതപരമായ കാര്യങ്ങൾ മാത്രമല്ല, നിയമപരമായ കാര്യങ്ങളിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും ഉദ്യോഗം ലഭിക്കുന്ന കാര്യങ്ങളിലും മുനിസിപ്പൽ കൗൺസിൽ മുതലായ പ്രതിനിധി സഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിലുമെല്ലാം തികഞ്ഞ വിവേചനം അനുഭവിച്ചിരുന്ന കീഴ്ജാതിക്കാർക്കും അയിത്തക്കാർക്കും നീതി ലഭിക്കണം എന്ന് വാദിച്ചു. മഹാത്മാഗാന്ധിയും സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ അക്രമങ്ങൾക്ക് അറുതി വരുത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അയിത്തക്കാരെ അദ്ദേഹം ഹരിജനങ്ങൾ എന്നാണ് വിളിച്ചത്. ഹരിജനം എന്നാൽ ഹരിജൻസ് എന്ന വാക്ക് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹമാണ് ഈ ഹരിജനങ്ങൾ എന്ന പേരിട്ടത്. ഹരിജനങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ എന്നാണ്. മഹാരാഷ്ട്രയിലെ പണ്ഡിത രമാഭായിയും പലവിധ ചൂഷണങ്ങൾ അനുഭവിച്ചിരുന്ന കുട്ടികളെയും അനാഥരെയും സ്ത്രീകളെയും ദയനീയ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് ഇന്ത്യയുടെ ചരിത്രത്തെ ആദ്യം പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ് 1556 ഗോവയിൽ ക്രൈസ്തവ മിഷണറിമാരാണ് ആരംഭിക്കുന്നത്. അതിനെ പിന്തുടർന്ന് ആരംഭിച്ച നൂറുകണക്കിന് മിഷൻ പ്രസ്സുകൾ സാക്ഷരതയും വിദ്യാഭ്യാസ പ്രസിദ്ധീകരണങ്ങളും ഇന്ത്യയിൽ വ്യാപിക്കുന്നതിനിടയായി. അങ്ങനെ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും മുതൽ സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഹോസ്പിറ്റലുകളും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങളും ക്രൈസ്തവ വേലക്കാർ ആരംഭിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രാജാക്കന്മാരോ മറ്റുള്ളവരോ ഒന്നുമല്ല, അല്ലെങ്കിൽ ബ്രാഹ്മണരോ ക്ഷത്രിയരോ വൈശ്യരോ ശൂദ്രരോ ഒന്നുമല്ല ഇതൊന്നും ആരംഭിച്ചത്. വിദേശത്തു നിന്ന് വന്ന മിഷണറിമാർ, അതും ക്രിസ്ത്യൻ മിഷണറിമാർ. ആ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇവിടെ സാമൂഹ്യപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. 1556 അവർ പ്രസ് സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ ലഘുലേഖകളും പ്രസിദ്ധീകരണങ്ങളൊക്കെ അടിച്ച് വിതരണം ചെയ്യുകയും അങ്ങനെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും അതുപോലെ യൂണിവേഴ്സിറ്റികളും ആരംഭിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ നടപ്പിലാക്കിയ ആധുനിക വിദ്യാഭ്യാസ ഭരണ സമ്പ്രദായങ്ങൾ ഇന്ത്യയിലെ ബുദ്ധിജീവികളുടെ ഒരു സമൂഹം രൂപപ്പെടുത്തുന്നതിന് ഇടയായിത്തീർന്നു. 1850 മുതൽ പ്രവർത്തനം ആരംഭിച്ച വിശാലമായ റെയിൽവേ ശൃംഖല രാജ്യത്തിൻ്റെ വിദൂരങ്ങളെ ബന്ധിപ്പിച്ചു. ഏഷ്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി, അതും വളരെ പ്രശസ്തമാണ്, ഏഷ്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി 1818 സറാംപൂർ മിഷണറിമാർ സ്ഥാപിച്ചതാണ്. തുടർന്ന് 1857 ബോംബെയിലും മദ്രാസിലും കൽക്കട്ടയിലും യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അതുപോലെ ഭാഷ വികസിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. നിഘണ്ടു വികസിപ്പിച്ചെടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഇതെല്ലാം ക്രിസ്തീയ വ്യക്തികൾ ഇവിടെ കടന്നു വന്ന് പ്രവർത്തിച്ചത് അവരുടെ ദൈവത്തോടുള്ള സ്നേഹവും കർത്താവിൻ്റെ സുവിശേഷം ഈ ലോകങ്ങളെല്ലാം പ്രചരിപ്പിക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ സഹായത്തോടെ ബുദ്ധിജീവികൾ ഇന്ത്യയിൽ വളരുവാനായിട്ടിടയായിരുന്നു. വിദേശികളുടെ നിരവധിയായ ആക്രമണങ്ങളും ഇന്ത്യക്കാരുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, ആത്മീയ ജീവിതശൈലിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓരോ വൈദേശിക ആക്രമണങ്ങളെയും തുടർന്ന് അതാത് രാജ്യങ്ങളിൽ നിന്നുള്ളവർ കുടിയേറ്റം നടക്കുകയുണ്ടായി. അങ്ങനെ ചൈന തുടങ്ങിയ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളായ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യൻ സമൂഹത്തെ കുടിയേറി ഇന്ത്യ ഒരു വലിയ രാജ്യമായി തീർവാനായിട്ടിടയായി തീർന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവടത്തിനായി എത്തിയപ്പോൾ, അതായത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വിരോധാഭാസമുണ്ട്. ബ്രിട്ടീഷുകാർ നമ്മെ ഭരിക്കുന്നത് വരെ ഒരു ഏകീകൃത ഇന്ത്യ ആയിരുന്നില്ല. ഇന്ത്യ വിഭജിച്ചിരിക്കുകയായിരുന്നു. അതായത് പല നാട്ടുരാജാക്കന്മാരാൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഇന്ത്യ ഏകീഭവിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇവിടെ കച്ചവടത്തിനായി എത്തിയപ്പോൾ, അഥവാ പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇവിടെ ആരംഭിച്ചപ്പോൾ തദ്ദേശീയരായ 600ഓളം നാട്ടുരാജാക്കന്മാർ, ഇന്ത്യ ഭരിച്ചിരുന്നത് 600ഓളം നാട്ടുരാജാക്കന്മാരായിരുന്നു. ഈ നാട്ടുരാജാക്കന്മാരെല്ലാം ഈ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലാകുകയും അങ്ങനെ ഭാരതം എന്ന ഈ നമ്മൾ ഇന്ന് ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ രാജ്യം അതൊരു ഏകീകൃത സംവിധാനത്തിലേക്ക് വരുവാനായിട്ടെത്തുന്നു. ബ്രിട്ടീഷുകാരാണ് യുദ്ധങ്ങളിലൂടെയും സന്ധികളിലൂടെയും ഇവിടെ നാട്ടുരാജാക്കന്മാരെ കൂട്ടിച്ചേർത്തൊരു രാജ്യമാക്കിയത്. മറ്റുള്ള പല രാജ്യങ്ങളുടെ ആക്രമണങ്ങളെ ബ്രിട്ടീഷുകാർ ചേർത്ത് നിന്നും അങ്ങനെ ഇന്ത്യയെ ഒരു ഇന്ത്യയാക്കി മാറ്റിയത് ബ്രിട്ടീഷുകാരാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കാശ്മീരും ഹൈദരാബാദും
ജുനാഗറും ഒഴികെ 562 നാട്ടുരാജ്യങ്ങളെയും ഒരു പുതിയ ഫെഡറൽ യൂണിയനിൽ ലയിപ്പിക്കുകയായിരുന്നു. പിന്നീട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ മറ്റു നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനോട് ചേർത്തു. ഇക്കാര്യത്തിൽ നാം ബ്രിട്ടീഷുകാരോട് നന്ദിയുള്ളവർ. ഇന്നും നാം വ്യത്യസ്ത സംസ്കാരങ്ങളുമായി വിശ്വാസങ്ങളും ആചാരങ്ങളും രാഷ്ട്രീയ നിറഭേദങ്ങളും ഉള്ള ഒരൊറ്റ രാഷ്ട്രമായി ശോഭനമായൊരു ഭാവിക്ക് വേണ്ടി നമ്മൾ ഒത്തുനിൽക്കുന്നു. ഇന്ന് കാണുന്ന ഈ 1-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഇന്ന് കാണുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഇത് ബ്രിട്ടീഷുകാർ വികസിപ്പിച്ചെടുത്ത ഒരു ഏകീകൃതമായ ഒരു ഭരണപ്രദേശമാക്കിയത് ബ്രിട്ടീഷുകാരാണ്. എന്നാൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും യൂണിവേഴ്സിറ്റികളും ഒക്കെ ഉണ്ടായത്. ഒരു കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ഭിന്നിക്കപ്പെട്ടു നിന്ന ഈ രാജ്യത്തിന് പ്രധാനമായിട്ട് ദളിത് വിഭാഗങ്ങൾക്ക്, ഹരിജൻ വിഭാഗങ്ങൾക്ക്, അതുപോലെ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെയും ഒരു ഉന്നമനത്തിന് വേണ്ടി അതിശക്തമായി പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ന് ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ഈ ദളിത് അതുപോലെയുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥ ഇന്നും വളരെ പരിതാപകരമായി തുടരുമായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങൾ ലഭിക്കുമായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം വിളിച്ചു പറയുകയാണ് ഈ പുസ്തകം ചെയ്യുന്നത്. അപ്പോൾ 1-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ ആരാണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ ഒരു കുടിയേറ്റ ദേശമായി, നമ്മുടെ ഭാഷ എങ്ങനെ വികസിപ്പിച്ചെടുത്തു, വിദ്യാഭ്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇനി നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് കടക്കാം.